എടാ നീ എവിടെ പോകും? ചുമ്മാ വെറുതെ ഒരു രസം. നീ ഒരു കേസറിഞ്ഞായിരുന്നാ? നിന്റെ പെണ്ണ് കേസല്ലേ? ഓ അതല്ല, നമ്മുടെ പ്രഭാകരൻ ചേട്ടനില്ലേ ചത്തുപോയാ? എടാ നമ്മുടെ പ്രഭാകരൻ ചേട്ടന്റെ വീട്ടിൽ നിധി ഉണ്ടെന്ന്. റോട്ടിൽ കൂടി പോയ ടിപ്പർ ലോറി വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്നവനെ ഇടിച്ച് റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോയി. അതും കൂടാ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ തേടുന്നു. ഫോൺ നമ്പറോ അങ്ങനെ വല്ല ഉണ്ടോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്ര? 90. എന്താന്ന്? അല്ല വേണ്ട, അങ്ങനെ ഇപ്പൊ ചേട്ടൻ അറിയണ്ട. അതാരാണ്? അല്ല ഇത് നമ്മുടെ തങ്കപ്പൻ ചേട്ടന്റെ മോനല്ലേ? മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളാണല്ലോ. വരവിന്റെ ഉദ്ദേശം. നീ ആ മാല എടുത്ത് അയ്യടാ, അത് അങ്ങോട്ട് തരുന്നതിനും ഭേദം എന്റെ കഴുത്തിൽ തന്നെ കിടക്കുന്നതാ. പോകുമ്പോ പഠിച്ചോളും. എനക്ക് ഇളിച്ചുകൊണ്ട് നിന്നിട്ട് മാല പൊട്ടിച്ചോണം ഉറക്കത്തിൽപ്പെട്ട. നിങ്ങൾക്കല്ലേ എല്ലാരും കണ്ട സംശയമല്ലേ? എന്നെ കണ്ട മിണ്ടാറില്ലല്ലേ? ഇങ്ങോട്ട് വിളിക്കും എന്നെ എന്തിനാ? എന്തെങ്കിലും അവിടെ എത്തിയോക്കാതെ ഇങ്ങോട്ട് വാ. എന്താണ് നീ എവിടെ ഇരുന്നോ? നിന്നെയൊക്കെ ഒരുപാട് ഇളയ തണ്ട് ബഹുമാനിക്കൊന്നും വേണ്ട. എന്താ ചുമ്മാ ചുമയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ. പോടാ ഇവിടെ. അയ്യോ അതല്ല, ഒരു രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോ. നമുക്ക് പരിചയം പുതുക്കാലോ. പരിചയം പുതുക്കല്ല. എത്ര നാളെ നമ്മളെ പോലെ കണ്ടിട്ട് അല്ലെ? കഴിഞ്ഞ ആഴ്ച കൂടി ഞാനിവള്. നീ ആരുടെ നിങ്ങൾ ആസ്വദിക്കണത്? നീ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലേ? പിന്നെ ആരാണ് നിനക്ക് അറിയാമോ? വേലായുധന്റെ മോൻ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നീ? ചേട്ടൻ എന്തായാലും ഇങ്ങനെയൊക്കെ പറയണത്? കഴിഞ്ഞ ആഴ്ച ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നു വരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് പോകപ്പെടല്ല. ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്ന? നീ ക്ലാസ് വെച്ച ക്ലാസ് എടുത്താന്നല്ല ഞാൻ ചോദിക്കണം. ചേട്ടാ ഈ ക്ലാസ് വെച്ച് എനിക്ക് കാണാൻ പറ്റൂല. നീ എന്നോട് മിണ്ടാറില്ലല്ല, പിന്നെ എന്തിനാ ഇപ്പൊ ഒരു പരിചയം പുതുക്കരി? അയ്യോ അത് ചേട്ടാ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റെഡി അകത്തോടി. എന്നോടാണ് ഞാൻ പറഞ്ഞത്. മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും, അറിയാമോ? പിന്നെ ആരാണ് എന്താണെന്ന് നിനക്ക് അറിയാമോ? ചേട്ടാ ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത്. എന്റെ മോനെ, നീ എന്ന് ദുബായിൽ നിന്ന് വന്ന? 4-5 കൊല്ലോ ഇല്ല നീ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. അന്ന് തരാത്ത സാധനം നിനക്ക് ഇപ്പൊ കൊണ്ടുവന്നെ എന്തിനാണ്? ചേട്ടൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കാണ്. സ്നേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയോ അല്ലേ മനുഷ്യരാണ്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലേ മറ്റന്നാൾ ചായാനുള്ളവരാ. അതെ. വിളിച്ചകത്ത് കയറ്റിട്ട് വീട്ടുകാരനാക്കടി. മനുഷ്യൻ എന്തിന്റെ കേടാ? എന്തിന്റെ കേടാ? ഞാൻ ഇരിക്കുന്നോണ്ട് ഇനി ഉറുമ്പും ഈച്ചയൊന്നും വേണ്ട. നീ ഇരിക്കണോണ്ടാണ് അവരോട് വായിട്ട് നോക്കി നിക്കണത്. വേറെ ആളോട്ടൊന്നും നോക്കത്തില്ല കേട്ടോ ഞാൻ. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടൻ എന്തോ ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ. മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്, മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട്. നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി. അപ്പോഴൊന്നും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഈടക്ക് കാണിച്ചു തുടങ്ങി. ചേട്ടാ ഞാൻ അത് എന്താ സംഭവം? നീ ഇങ്ങോട്ട് വരണ്ട. നീ അവിടെ പോയി എന്താ കാര്യം? എന്താണ് എന്താ ഇത്ര പറയാനുള്ളത്? എന്താണ്? അതല്ല ഈ പറമ്പ് കൊടുക്കണ്ടെന്ന് കേട്ടു. പറമ്പ് കൊടുക്കണില്ല. പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കണം. ഈ പറമ്പിൽ കിടന്ന് തന്നെ ഞാൻ ചാവുള്ളൂ. പറമ്പ് വിൽക്കണില്ല. മറ്റേ പാട്ടത്തിന് കൊടുക്കണ്ട? പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല. എന്താ നിന്റെ ഉദ്ദേശം? എന്താണ്? ഞാൻ ഈ പറമ്പില് കുറച്ച് കപ്പ നടാന്ന് ഓർത്തിട്ട്. കപ്പ ഇവിടെ ഇട്ട് വിളയിക്കണ്ട. അല്ലേട്ടാ എനിക്ക് കപ്പ വേണ്ട. കപ്പ ചേട്ടൻ എടുത്തോ. ഞാൻ വെറുതെ ഒരു രസം കപ്പ നട്ട് കളിക്കാം. നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത്. അത് വേറെ ഗ്രൗണ്ട്. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമിയും കെട്ടോ. ചേട്ടാ ഞാൻ വേറെ ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നീ എന്റെ അടുത്ത് ഇവിടെ ഇട്ട് കൃഷി വേണ്ട. ഞാൻ കൊണ്ടുവന്ന കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ. കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന പോലെ ഉണ്ടായിരിക്കും. അത് മേടിക്കാൻ ഇവിടെ ആളില്ല. ജോത്സ്യം വന്ന് പ്രശ്നം വെച്ചെന്ന് കേട്ടു. ഇവിടെ പ്രശ്നം വെച്ചതല്ല, പ്രശ്നം പറഞ്ഞതാണ്. പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പൊതുവെ. പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോത്സ്യം പറഞ്ഞു. അയ്യോ ഞാനിത് അറിഞ്ഞിട്ടൊന്നും അല്ല വന്നത്. എനിക്ക് എടാ മിണ്ടാത്ത എത്രയോ ആൾക്കാർ എന്റെ തന്തക്കും തള്ളക്കും നീ ആ മതിലിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചെന്താടാ? ചേട്ടാ എനിക്ക് എഴുതാനും വായിക്കാൻ അറിയാം. നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നീ എനിക്ക് എഴുത്തുമായൻ അറിയാവുന്നതിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ അറിഞ്ഞോളൂ നിനക്ക്. അയ്യോ ഞാൻ അങ്ങനെ എഴുതുമോ ചേട്ടാ? ഭാര്യ മർദ്ദകൻ എന്താ എഴുതിയ? കല്യാണ വീരൻ മർദ്ദകൻ ഒന്നും ഞാൻ എഴുതിയിട്ടൊന്നും. നീ ഇപ്പൊ തന്നെ പറഞ്ഞു നിന്റെ വായി തന്നെ വന്ന. അല്ല അതല്ല, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. എന്റെ പറമ്പിലെ നിധി മോഹിച്ചിട്ടല്ലേ നീയൊക്കെ വന്നത്? ചേട്ടാ നീ അതല്ല നമുക്ക് കഴുകിട്ടേക്കണേ, തിണ്ണ കഴുകിട്ടേക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും അവിടെ ഇട്ട് വേവിച്ചാ മതി. അതല്ല ചേട്ടാ, ഇത് ഒന്ന് ഇരിക്കട്ടെ ഇവിടെ. ഞാൻ പറയട്ടെ, വേറെ ഒന്നല്ല ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത്. ചെറുപ്പത്തിൽ ചേട്ടൻ മനസ്സിലാക്കണം, ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിലെ ഏറ്റവും മൂത്ത ആള്. അറിയാലോ, ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്തെറിഞ്ഞ് വരുമ്പോ ചേട്ടൻ അടിക്കുന്നത് ചേട്ടൻ ഓർമ്മയുണ്ടാ? ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ എറിയണത് ഇങ്ങനെ ഈ ഇവിടെ നിധി ഉണ്ടെന്ന് അറിയാലേ? ഏത് ഓർമ്മയായിരുന്നു ഇവിടെ അല്ലേ? പറമ്പിലുണ്ട് പറഞ്ഞു. ഏരിയ കാണിച്ചു തരുകയും ചെയ്തു. അതറിഞ്ഞത് മുതലേ നാട്ടുകാർക്ക് ഇപ്പൊ ഒരു വരവും പോക്കും വിശേഷം അന്വേഷിക്കലും. പക്ഷെ ക്രിക്കറ്റ് കളി എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അത്ര വർഷത്തെ ക്രിക്കറ്റ് കളി സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും. അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ ഇങ്ങനെ എറിയാനായിട്ട് ഇങ്ങനെ
എന്നെ ഓടിയിട്ട് കിതപ്പിക്കല്ലേ, എനിക്ക് സുഖമില്ലാത്തതാണ്. നമ്മളെ ഇവിടെ എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത്? ഇവിടെ കളിച്ചിട്ടില്ല നമ്മൾ. ക്രിക്കറ്റ് ഇവിടെ കുത്തി, ഇവിടെ എവിടെയാണ്? ഇത് ഇവിടെ 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 എവിടെയാണ്? ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെ ഇല്ല, ഇവിടെ അല്ലേ? കളിച്ചിട്ടില്ല. ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? അല്ല, ഇവിടെ ഇല്ല. ഇല്ല, ഇവിടെയാണ്. ഇവിടെ ആയിരുന്നു വിക്കറ്റ് കുത്തി നമ്മള്. നീ ക്രിക്കറ്റ് കൂത്തണം അതോ പറമ്പ് കളക്കണം? അല്ല, ഈ മറ്റേ സൂക്കടൊക്കെ എനിക്ക് മനസ്സിലായി നമ്മള് അല്ലേ? അയ്യോ, ഞാൻ നിധി നോക്കണല്ല. അല്ല, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സ്ഥലം അതാണെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്താ അങ്ങനെ പറയണം? ഇട്ട് വെറുതെ കായും കാലും കളയല്ലേ മോനെ. എന്താ നിന്റെ സൂക്കേട് എന്താണ്? അല്ല, നമ്മൾ ഈ പറമ്പില് എന്റെ പ്രഭാകരൻ ചേട്ടാ, ഞാൻ ആ കേസ് മറന്നുപോയി. ഏത് കേസ്? അല്ല, ഒരു 4 മാസം മുമ്പ് ഒരു തെങ്ങ് വെട്ടുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അല്ല, തെങ്ങ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് വാത്സല്യത്തിലെ മമ്മൂട്ടിയെ പോലെ വന്നിട്ട് എന്താ കാര്യം? തെങ്ങ് വെട്ടുമ്പോ മമ്മട്ടി വേണമല്ലോ. അപ്പൊ നീ പറഞ്ഞു നിനക്ക് വെട്ടാൻ പറ്റില്ല, അറിയില്ല എന്ന് പറഞ്ഞ്. ഞാൻ കിടന്ന് തുറക്കം മഞ്ഞുണ്ടാ. എല്ലാവർക്കും ഉറക്കം പോയത് ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കണം. പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വാക്കാരി വേണ്ട, ചെയ്യണ്ടെന്ന്. ഞാൻ ചെയ്യും. ഇപ്പൊ തെങ്ങ് വെട്ടണ്ടെന്ന്. ഇപ്പൊ തെങ്ങ് വെട്ടണ്ട. ഒരു അപ്പുറത്ത് ഇതല്ല, ഈ തെങ്ങല്ല. ഈ തെങ്ങ് കൊലക്കാത്ത തെങ്ങാണ്. ഇത് വെട്ടി കളഞ്ഞിട്ട് വേറെ സെറ്റപ്പ് ചെയ്യണേ. അതിന് മമ്മട്ടി എന്തിനാണ്? മമ്മട്ടി വേണം. ഈ തെങ്ങിന് അടിവേരുകളുണ്ടല്ലോ, വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. വേര് എങ്ങോട്ടാ പോണെന്ന് പറയാനൊക്കെ ചിലപ്പോ ഒരു പേര് മനസ്സിലായി, സംഗതി മനസ്സിലായി. സംഗതി പിന്നെ ഇവിടെ അവിടെ കാണാൻ പറ്റൂല. ഒരുത്തര അപ്പുറത്ത് സംഭവം പറമ്പ് എന്തിനാ കളക്കണെന്ന് എനിക്ക് മനസ്സിലായി. സംഗതി എനിക്ക് പിടുത്തം കിട്ടി. ഇന്നലെ മുതലല്ലേ നിനക്കൊക്കെ സൂക്കേട് തുടങ്ങിയത് ഇല്ലേ? അപ്പൊ നീ എന്നോട് പറഞ്ഞെന്താണ്? എടാ, നിന്നോടാ പറഞ്ഞത്. നീ ശരിക്കും പറഞ്ഞ മരം വെട്ടാൻ വന്നാ പറമ്പ് കളക്കാൻ വന്നാ? അല്ലേ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അല്ലെ, എന്തിനാ വന്നതെന്തിനാ? തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ തേങ്ങ വീണ് കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട്ടിൽ കുഴി ഉണ്ടാവും. ഈ കുഴി നമ്മൾ മാറ്റി നോക്കിയാൽ ചിലപ്പോ തേങ്ങ കിളിർത്ത തേങ്ങ, ചിലപ്പോ തേങ്ങയല്ല മറ്റത് ജോത്സ്യം പറഞ്ഞ സാധനം കാണും ഇല്ലേ? പറമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നോടായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാലെന്ന് പറഞ്ഞു വരുന്നത് അവിടെ കിടന്ന് കളക്കുക. പക്ഷെ ഞാനിതല്ലേ തെങ്ങ് മറിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. തെങ്ങ് മറിക്കണ്ട, തെങ്ങല്ല മറിക്കേണ്ടത്. മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചു തരാം. പറമ്പിൽ കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ കിളച്ച് നോക്കട്ടെ. തെങ്ങ് ഞാൻ മറിക്കും. നീ പറമ്പ് കളക്കാൻ വന്നാ തെങ്ങ് മറിക്കാൻ വന്നാ പറയാനൊക്കില്ല. നീ പോണ്. എന്നോ നടക്കട്ടെ, നടക്കട്ടെ. ഒരുത്തൻ ഇവിടെ, ഒരുത്തൻ അവിടെ. വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ എന്റെ വീട്ടിൽ ഒന്ന് പണിയെടുക്കും. എന്താ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. നീ അടുത്ത ആൾക്കാർ. നമസ്കാരം സാർ. നിങ്ങളാണോ ഈ വീടിന്റെ ഉടമസ്ഥൻ? ഞാനാണ്. ആണോ? പേരെന്താ? പ്രഭാകരൻ. പ്രഭാകരൻ. നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ടാൽ നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത്? ഞാൻ വൈഫിനെ അറിയിച്ചു, പിന്നെ അവള് ബന്ധുക്കളെ അറിയിച്ചു. ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി എടോ, ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. പോലീസ് അറിയിക്കാൻ വേണ്ടി സാറേ ഞാൻ ഇപ്പൊ ഇവരെ കാര്യം ഒന്ന് പറയണം. പണിക്കാരെ വെച്ച് കളച്ചെടുപ്പിക്കാണോ? പണിക്കാരല്ല, ഇത് അയൽവക്കക്കാരാണ്. ഇവര് നിധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയേക്കണേണ്. ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും ശരിയാവില്ല. ഇനി ഞങ്ങള് ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ശരിയാവില്ല. ആദ്യം എവിടെയാ നിധി കണ്ടത്? അത് ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ്. ഇങ്ങനെ അതാണ് ഇവരുടെ അടുത്തും പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാം പോയി നിങ്ങളൊക്കെ പോയ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ പൊങ്കി വന്നിട്ട് താന്നു പോയി. ഞാൻ പിന്നെ വൈഫ് ഇപ്പുറത്ത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ ഏരിയയിൽ മക്കള് ഇവിടെ 2-3 സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു. അത് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല. മൊത്തം നോക്കേണ്ടി വരും അല്ലേ? ഇവർക്ക് എന്താണ്? പോലീസിനെ വിളിക്കണോ? നിങ്ങൾ പോ സാർമാർ, മാറിക്കോ മാറിക്കോ, ഞങ്ങളെല്ലാം നോക്കാം. മമ്മട്ടി പോയിക്കോ, വെക്കോ, അറസ്റ്റ് ചെയ്യൂല്ലെങ്കിൽ വെക്കോ. നിങ്ങളും പോ, അല്ലേ? പോയിക്കോ, ഞങ്ങൾ നോക്കണം. മൊത്തം ഞങ്ങൾ നോക്കണം കേട്ടോ. കിട്ടിയ ഞങ്ങൾക്ക് വീട്ടുകാർ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും. ഹേ, പൊയ്ക്കോളൂ സാറേ. നമ്മളിപ്പോ ബാധ്യതയും കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. മോള് പഠിച്ച് നല്ല കാശ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? എല്ലാം ഞങ്ങൾ ഏറ്റു കേട്ടോ. കുറച്ചെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ശരിയാക്കാം. ഇതിന് വെള്ളം ഒഴിക്കാതെ ആ പറമ്പിൽ കുറെ സർക്കാരിന്റെ സാറുമാര് വന്ന് കിളക്കണ്ട. അതിന് കുറച്ച് വെള്ളം കൊടുക്കും. എനിക്കിപ്പോ തൃപ്തിയായല്ല. പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവിടെ കിളച്ച് നിധിയും കൊണ്ട് പോകാൻ പോവേ. സർക്കാരിന്റെ സാറുമാരാണ്. ഇതും കൊണ്ട് പോകാന്ന് വിചാരിക്കണ്ട. ഇതല്ല, അവിടെ കിളച്ചുകൊണ്ടുപോകണ നിധി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. മനസ്സിലായാ? താടി വെച്ച പിശാച് ഇങ്ങനെ നടക്കുക. നിധി കിട്ടുമെന്നുള്ള കൊതിയല്ലടാ. നോക്കൂലി വേണ ഇരിക്കണേനി.
നമ്മളടിപ്പിക്കാണില്ല സാറുമാര്. പിന്നെ എന്നിട്ടാണ് ഇനി ഉപ്പമാരുടെ സൂക്കേട്. നീ ആ സാറുമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും. അവർക്ക് പരിചയമില്ലാത്ത പണിയാണ്. അതെ അവന് ഞാൻ പറഞ്ഞോ സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന്? എന്റെ പൊന്നു സാറേ, എന്റെ പറമ്പിൽ നിധി ഇല്ല. പറമ്പൊന്ന് കിളക്കാൻ വേണ്ടി 1.5 മാസം കൊണ്ട് ഒരാളെ അന്വേഷിച്ച് നടക്കണത്. പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതിയും കാണിപ്പിച്ചു. ഒരെണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല. ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്നറിയില്ല. ഇപ്പൊ അതെ സാറുമാരും കൂട്ടത്തിൽ വന്നു.